കഴിഞ്ഞ ദിവസം മേടിച്ച കിളിമീൻ ഇന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ അമ്മ അത് വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വിനാഗിരിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഓരോന്ന് വറക്കാനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി വന്ന കിളിമീൻ മത്തിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് മെഴുക്ക് പുരട്ടിക്ക് വെണ്ടയ്ക്കയും ക്യാരറ്റും ആയിരുന്നു കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് സവാളയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് മെഴുക്ക് പുരട്ടി കൂടെ മാറ്റി വെച്ചു. ഇനി ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും വെള്ളം കൂടെ ചേർത്ത് ദോശയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ദോശയ്ക്ക് സാമ്പാറായിരുന്നേ. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ആ ഒരു വെണ്ടയ്ക്കയും ക്യാരറ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്തു. ഇനിയും കല്ലിലേക്ക് നമുക്ക് ദോശയും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലത്തേന് ദോശയും സാമ്പാറുമായിരുന്നേ. ഉച്ചയ്ക്കത്തേന് മെഴുക്ക് പുരട്ടിയും അതുപോലെ കുറച്ച് ചമ്മന്തിയും മീൻ വറുത്തതും സാമ്പാറുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലത്തേന് ഗോതമ്പ് ദോശയും അതിൻ്റെ കൂടെ സാമ്പാറുമായിരുന്നു കേട്ടോ. വെള്ളം കൂടി എടുത്ത് വെച്ചപ്പം ഉച്ചയ്ക്കത്തേനുള്ളതും രാവിലത്തേനുള്ളതും ആയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.